നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് CMF ബൈ നത്തിങ്ങിൻ്റെ വാച്ച് പ്രോ 2 എന്ന് പറഞ്ഞ മോഡലാണ്. 5000 ഇതിന് വല്ല മറ്റൊരു മോഡലില്ല എന്ന് തന്നെ പറയാം. എപ്പോഴും അതിൻ്റെ പ്രൈസ് ഇച്ചിരി താഴ്ന്നിട്ടുണ്ട്, 400-300 അടുപ്പിച്ചൊക്കെ ആയിട്ടുണ്ട്. എപ്പോഴും വല്ല നല്ലൊരു സ്മാർട്ട് വാച്ച് ആണ് ഇത്. അപ്പോൾ നമുക്ക് സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് അല്ല, വിയർ ഓസ് വെച്ച് വരുന്നതല്ല, എങ്കിലും അതിനോടൊപ്പം വരുന്ന നല്ല മികച്ചൊരു വാച്ച് ആണ് ഇവരുടേത്. അപ്പോൾ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. 1 വർഷം വാറണ്ടിയാണ് ഇതിന് വരുന്നത് സ്റ്റാൻഡേർഡ്. നമ്മൾ 1 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടിയും കൂടെ എടുത്തിട്ടുണ്ട്. 129 രൂപയ്ക്ക് 1 എക്സ്റ്റൻഡ്. അതായത് എന്തെങ്കിലും വന്നാലും 1 വർഷം കൂടി ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. സാധാരണ രീതിയിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. ആവശ്യം വന്നിട്ടില്ല എങ്കിലും ഒരു വട്ടം ഒരു അസോസിൻ്റെ എടുത്തപ്പോൾ ഇതേപോലെ യൂസ് ചെയ്യുന്നു. അത് ഡിസ്പ്ലേ മാറിയപ്പം ആ പേയ്മെൻറ്റ് അവർ കൃത്യമായിട്ട് തരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇനി ബോക്സ് കണ്ടന്റ് ഒക്കെ കാണിക്കാം. മെയിൻ ആൾ തന്നെ നമ്മുടെ വാച്ച് തന്നെയാണ്. ഇവിടെ നമ്മുടെ ലെതർ മോഡലാണ് മേടിച്ചത്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ വരുന്നത് ലെതർ സ്ട്രാപ്പുകളാണ് വരുന്നത്. പിന്നീട് വരുന്നത് ഇതിൻ്റെ ചാർജർ, ഒരു സാധനമാണ് വരുന്നത്. പിന്നെ കുറേ ബോക്സിൽ കുറച്ച് പേപ്പർ ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അലൂമിനിയം അലോയ് ആണ്. ചേഞ്ചബിൾ വെസൽസ് ഉണ്ട്. അതായത് ഈ ഫ്രണ്ടിൽ ഈ ഗ്രേ കളർ കണ്ണ ഈ സംഭവം ഇന്റർചേഞ്ചബിൾ ആണ്. അതായത് നമുക്ക് വേറെ വാങ്ങിച്ചിടാവുന്ന ഒരു മാറ്റിട്ട് വേറെ ഇടാം. സേഫ്റ്റിയും കൂടെയാണ്. വീണാൽ പോലും ഡിസ്പ്ലേ ഇടിക്കത്തില്ല. ഈ സംഭവം മാത്രമേ ഇടിക്കത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ വെസൽസ് ഉള്ളതാണ് ഈ ഡിസ്പ്ലേ. അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാൾപേപ്പറുകൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇതും കൂടെ ഈ റൗണ്ടോടെ വെച്ചപ്പോഴത്തേക്ക് ഡിസ്പ്ലേയിലെ വെസൽസ് അത്ര അറിയത്തില്ല. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് ഇത് അടുത്തേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ സെൻസറൊക്കെ ഉണ്ട്. 1.32 AMOLED ഡിസ്പ്ലേ ആണ്. ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ട്. നല്ല കാര്യം. 100 പുറത്ത് വാച്ച് ഫേസ് വിത്ത് ഡൈനാമിക് ആൻഡ് കസ്റ്റമൈസബിൾ ഓപ്ഷൻ ഉണ്ട്. 7x7 ഹെൽത്ത് മോണിറ്റർ ആണ്. സ്പോർട്സ് മോഡ് ഉണ്ട്. 5 സ്പോർട്സ് മോഡിന് ഓട്ടോമാറ്റിക് റെക്കഗ്നേഷൻ ഉണ്ടെന്നാണ് കൊടുത്തേക്കുന്നത്. GPS ബിൽറ്റ് ഇൻ മൾട്ടി സിസ്റ്റം GPS ഉണ്ട്. പിന്നെ കോൾ, ബ്ലൂടൂത്ത് കോൾ വിത്ത് AI നോയിസ് റിഡക്ഷൻ ഉണ്ട്. 15 ദിവസമാണ് ബാറ്ററി ബാക്കപ്പ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ലെതർ സ്ട്രാപ്പിന്റെ പടം കൊടുത്തേക്കുന്നു. 5 വോൾട്ട് 0.33 ആംപിയർ അതാണ് ഇതിന്റെ റേറ്റിംഗ് വന്നേക്കുന്നത്. അതിന്റെ കൂടെ വരുന്നത് USB കേബിളും ഇതുമാണ് വരുന്നത്. ഡയമെൻഷൻ 25.5 × 4.5 × 1.39 സെന്റിമീറ്റർ ആണ്. 6499 ആണ് ഇതിനകത്ത് പ്രൈസ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 4300 സംതിങ്ങേ ഉള്ളൂ. ഓക്കെ, ഞാനകത്തോട്ട് വരാം. ഡീറ്റെയിൽസ് ആദ്യം നോക്കിയപ്പോഴാണ് കാണുന്നത്. 22 ഭാഷ എങ്ങനെയുണ്ട് മൊത്തത്തിൽ. ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷ്. ഇത് QR കോഡ് വെച്ച് വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്ക് പൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേര് CMF ബൈ നത്തിങ് വാച്ച് പ്രോ 2 ആണ്. വാച്ച് പ്രോ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അത് സ്ക്വയർ ടൈപ്പ് ആണ്. അതിപ്പോൾ ഈ സമ്മർ ടൈമിൽ ഇച്ചിരി ഓഫറിൽ വിലക്കുറവിൽ കിടപ്പുണ്ട്. ഇപ്പം മേടിക്കാൻ പറ്റിയ ടൈമാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതോടെ നോക്കുക. ബഡ്ജറ്റ് കുറവാണെങ്കിൽ 2400 അത്രയും കണ്ടേ ഉള്ളൂ. ആ പ്രൈസിൽ വേറൊരു വാച്ചും പറ്റത്തില്ല. ഇത്രയും ഇതായിട്ടുള്ള, ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള, ഇത്രയും റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ബ്രാൻഡിൻ്റെ വേറെ പ്രോഡക്റ്റും ഇല്ല. കറക്റ്റ് ഉണ്ടെങ്കിൽ നോക്കുക. വർത്താണ്, വളരെ വർത്താണ്. ഇതിനേക്കാൾ അത്രയും റേറ്റ് വ്യത്യാസമുണ്ട്. 1300-1400 പുറത്ത് വ്യത്യാസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വരാം. AMOLED ആണ്. 15000-ഓളം റേറ്റിംഗ് ഉണ്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ. ഇത് ഒഫീഷ്യൽ സെല്ലർ ഫ്ലിപ്കാർട്ടാണ്. 5-ൽ 4.4 റേറ്റിംഗ് ഉണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ ഇതിന് 4 വേരിയൻ്റാണ് ഉള്ളത്. ബ്ലൂ, ഓറഞ്ച്. ഇത് രണ്ടും ലെതർ സ്ട്രാപ്പാണ്. അതിന് 4400 രൂപയാണ്. ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ ഉണ്ടെങ്കിൽ 100 എണ്ണം ഉണ്ടെങ്കിൽ 100 രൂപ കുറഞ്ഞ് കിട്ടും. ഔട്ട്ഡോർ യൂസിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ലെതറിനേക്കാളും കൂടുതൽ ടൈം ഇടാനും നല്ലത് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അത് ആഷ് ഗ്രേ, ഡാർക്ക് ഗ്രേ, ഈ 2 കളറിലാണ് വരുന്നത്. അതിന് ഇച്ചിരി വിലക്കുറവുണ്ട്. 4200 രൂപയാണ്. 200 രൂപയുടെ കുറവുണ്ട്. അതിനും ഈ സൂപ്പർ കോയിൻ ഉപയോഗിച്ചാൽ 100 രൂപ കൂടെ കുറഞ്ഞ് കിട്ടും. അപ്പം സിലിക്കോൺ സ്ട്രാപ്പാണ് നമുക്ക് ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊക്കെ നല്ലത്. ഇപ്പം അങ്ങനെ ട്രക്കിങ്ങോ ക്യാമ്പിങ്ങോ മഴയോ ഇതൊക്കെയാണെങ്കിൽ കൂടുതൽ നേരം കയ്യിലിടാനായാലും സിലിക്കോൺ സ്ട്രാപ്പാണ് നല്ലത്. ഓക്കെ, 33.5 റൗണ്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 620 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ഇത് 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് പറയാനുണ്ട്. ഞാൻ അങ്ങ് പെട്ടെന്ന് പറഞ്ഞത്. ഇതിന് കോൾ ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. നമ്മൾ ആ യൂസിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. ബ്ലൂടൂത്ത് വെച്ച് കോൾ ചെയ്യാം, കോൾ എടുക്കാം. ഇതിനകത്ത് മൈക്കും ഉണ്ട്, സ്പീക്കറും ഉണ്ട്. അപ്പോൾ കോൾ ചെയ്യാൻ വേണ്ടി പൂർണ്ണ രൂപത്തിലുള്ളൊരു ഫോണാണ്. പിന്നെ വൈഫൈയോ അല്ലെങ്കിൽ മറ്റേ സിമ്മോ ഇടാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ. വിയർ ഓയിസോ അല്ല. സ്മാർട്ട് വാച്ചിലേക്ക് പൂർണ്ണതോതിലോട്ട് വരുമ്പോൾ മിസ്സാകുന്ന 2-3 ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ 1.3 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ കോള് AI വെച്ച് നോയിസ് റിഡക്ഷൻ ഉള്ളതാണ്. നല്ല ക്ലാരിറ്റി ആണെന്നാണ് പറയുന്നത്. അതേപോലെ സ്മാർട്ട് സ്ലീപ്പ് അൽഗോരിതം ആൻഡ് മെൻസുറൽ സൈക്കിൾ ട്രാക്കിംഗ് ഇതെല്ലാം ഉണ്ട്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് മൾട്ടി GPS ഉള്ളതാണ്. സാധാരണ ഒരു GPS ആണ് പറഞ്ഞത്, മൾട്ടി GPS ആണ്. അത് 5 എണ്ണം ഉണ്ട്. അതായത് USA GPS ഉണ്ട്, റഷ്യയുടെ ഗ്ലോണാസ് ഉണ്ട്, യൂറോപ്പിന്റെ ഗലിലിയോ ഉണ്ട്, ജപ്പാന്റെ QZSS, ചൈനയുടെ ബെയ്ഡു. ഇത് 5 എണ്ണം ഉണ്ട്. അപ്പം അത്രയും ആക്യുറേറ്റ് ആയിട്ടായിരിക്കും അതിന്റെ റീഡിംഗ് കിട്ടുക. പിന്നെ ഈ ക്രൗൺ ഉപയോഗിച്ചാണ് ഇതിന്റെ നിൽക്കുന്നത്. അതിന്റെ ഫംഗ്ഷണൽ ആയിട്ടുള്ള ക്രൗൺ ആണുള്ളത്. ഗസ്റ്റർ കൺട്രോൾ ഉണ്ട്. ഓളിന്റെ കാര്യത്തിലും മ്യൂസിക്കിന്റെ കാര്യത്തിലൊക്കെ ഗസ്റ്റർ കൺട്രോൾ ഉണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ആണ്. ഫിറ്റ്നസും ഔട്ട്ഡോർ ഹെൽത്ത്, മെഡിക്കൽ ഉള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. അവർ വാച്ച് ഫോൺ എന്ന് പറയുന്നൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ആകെക്കൂടി വാച്ച് ഫോൺ എന്നൊരു ഇത് കണ്ടത് നേരത്തെ ഫയർബോൾട്ടിന്റെ ആൻഡ്രോയിഡ് വരുന്ന ഇമ്മഡ് ആവുന്ന ഒരു സെറ്റിലാണ് വാച്ച് ഫോൺ എന്നൊരു വാക്ക് കണ്ടത്. ഇത് 100% വാച്ച് ഫോൺ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ആവട്ടെ. 11 ദിവസമാണ് ബാറ്ററിയുടെ റൺ ടൈം പറയുന്നത്. D398 എന്നാണ് ഇതിന്റെ മോഡൽ നെയിം. ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ട്. 3D വാം ഗിയർ ഉണ്ട്. 3 സൈസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ യൂണിസെക്സ് ആണ്. വാട്ടർ റെസിസ്റ്റന്റ് എല്ലാം ഉണ്ട്. 1.5 ഡെപ്തിൽ 30 മിനിറ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ വാട്ടർ റെസിസ്റ്റൻസ് ലെവൽ അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ഇത് ഫിറ്റ്നസിനും ഔട്ട്ഡോർ
പരിപാടിക്കും ഹെൽത്തിനും മെഡിക്കൽ നോട്ടിഫയറായിട്ടും സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും എല്ലാമായിട്ട് യൂസ് ചെയ്യാം. മെറ്റൽ അലുമിനിയം അലോയാണ് ഇന്ന് യൂസ് ചെയ്തേക്കുന്നത്. പിന്നീട് ആൻഡ്രോയിഡും iOS എല്ലാം വർക്ക് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള സെൻസറുകൾ എന്ന് പറയുന്നത് ആക്സിലറോമീറ്റർ സെൻസർ ഉണ്ട്, ആംബിയൻ ലൈറ്റ് സെൻസർ ഉണ്ട്, ഹെർട്സ് സെൻസർ ഉണ്ട്, SpO2 ബ്ലഡ് ഓക്സിജൻ സെൻസർ ഉണ്ട്, സാച്ചുറേഷൻ സെൻസർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് 8 മുതൽ എബോവ് ആൻഡ് iOS 13 മുകളിലോട്ടുമാണ് ഇത് വർക്ക് ആകുന്നത്. സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോളോ, ടെക്സ്റ്റ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ അലർട്ട്, പിന്നെ വെതർ അലാറം, ക്ലോക്ക്, കലണ്ടർ അലർട്ട് എല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വൈബ്രേഷൻ ആണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ടൈപ്പ്. ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ബാറ്ററിയുടെ ചാർജിംഗ് ടൈം 100 മിനിറ്റ് ആണ്. ബാറ്ററി ലൈഫ് നേരത്തെ പറഞ്ഞ് 11 ഡേ ആണ്. റീചാർജബിൾ ബാറ്ററിയാണ്. നമുക്ക് ഇതിന്റെ ചാർജർ USB കേബിൾ ആണ്. പിന്നെ സ്റ്റാൻഡ് ബൈ ടൈം 267 മണിക്കൂറാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. മെസ്സേജിങ് സപ്പോർട്ട് ഇല്ല. നമ്മൾ ഇതിനകത്ത് ഇൻബിൽഡായിട്ട് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്, അത് നമുക്ക് റിപ്ലൈ ആയിട്ട് അയക്കാം. അതല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അതിൻ്റെ കൂടെ ഇൻബിൽഡായിട്ട് വരുന്ന മെസ്സേജിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മെസ്സേജ് ആഡ് ചെയ്യാം. അതല്ലാതെ ലൈവായിട്ട് തിരിച്ച് മറുപടി കൊടുക്കാനുള്ള മെസ്സേജിങ് സപ്പോർട്ട് ഇതിനകത്തില്ല. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് 10 മീറ്റർ ആണ്. കോൾ ഫംഗ്ഷനിൽ നമുക്ക് വെച്ചാൽ ഇൻകമിംഗ് കോൾ റിസീവ് ചെയ്യാം. ഇൻകമിംഗ് കോളിന് റിമൈൻഡർ ഡിസ്പ്ലേ വരും. പിന്നെ നമുക്ക് ഹാങ്ങപ്പ് ചെയ്യാം കോൾ. പിന്നെ മിസ്ഡ് കോളിൻ്റെ റിമൈൻഡർ വരും. ഇൻകമിംഗ് കോളിൻ്റെ റിമൈൻഡർ ആണ് ഏറ്റവും പ്രിയോറിറ്റി ആയിട്ട് വരുന്നത് ബാക്കി ഇതിനേക്കാളും. TMF വാച്ച് ആപ്പാണ് ഇതിന് എല്ലാ ഡീറ്റെയിലും തരുന്നത്. ഇതിനകത്ത് സ്റ്റാർ വയോ ഗൂഗിൾ ഫിറ്റ് ആപ്പോ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. പിന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 426 പിക്സലാണ്. ക്യാമറ ഉപയോഗിച്ച് പിക്ചർ എടുക്കാൻ നമുക്ക് ഇത് വെച്ച് പറ്റുന്നുണ്ട്. അതേപോലെ ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ ഉണ്ട്, അതായത് ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് അതേപോലെ ഇതിനകത്ത് എടുക്കാൻ ചില കാലറി കൗണ്ട് ചെക്ക് ചെയ്യാം, സ്റ്റെപ്പ് കൗണ്ട് ചെക്ക് ചെയ്യാം, ഹെയർ റേറ്റ് മോണിറ്റർ ചെയ്യാം. പിന്നീട് നമുക്ക് ട്രെയിനിങ് ഗോൾസ്, ഹെയർ റേറ്റ്, വാമപ്പ് എക്സസൈസ്, 27 മണിക്കൂർ ഹെയർ റേറ്റ്, SpO2 മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. സ്മാർട്ട് സ്ലീപ്പ് അൽഗോരിതം, ആളുടെ സ്റ്റെപ്പ് കൗണ്ട്, കാലറി, റെസ്റ്റിംഗ് ഹെയർ റേറ്റ്, അബ്നോർമൽ ഹെയർ റേറ്റ് അലർട്ട്, അബ്നോർമൽ ബ്ലഡ് ഓക്സിജൻ അലർട്ട്, ഇതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഡേറ്റ്, ടൈം, ഹെൽത്ത് മെട്രിക്സ്, ചില സ്റ്റെപ്പ് കൗണ്ട്, ഹാർട്ട് ബീറ്റ്, കാലറി വേണ്ട അതെല്ലാം കാണിക്കും. കോമ്പസ് ഉണ്ട്, കലണ്ടർ ഉണ്ട്, അലാറം ക്ലോക്ക് ഉണ്ട്. പിന്നെ 22 ലാംഗ്വേജ്, 22 ഭാഷയുണ്ട്. അതിനകത്ത് ഇന്ത്യനായിട്ട് വരുന്നത് ഇന്ത്യൻ, ഹിന്ദി എന്ന് പറഞ്ഞു, ഇംഗ്ലീഷ് എന്നും പറഞ്ഞുണ്ട്. ഒരു ബട്ടണാണ് ഉള്ളത്. പിന്നീട് നമുക്ക് സ്മാർട്ട് മൂവ്മെന്റ് അൽഗോരിതം, വാമപ്പ് എക്സസൈസ്, ഹെയർ റേറ്റ്, ഫിറ്റ്നസ് ഡാറ്റ, ഗെസ്റ്റർ കൺട്രോൾ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാലും തോന്നുന്നു. ഒരു സ്പീക്കറാവുള്ള അതേപോലെ ഒരു മൈക്രോഫോൺ. ഗെസ്റ്റർ വെച്ചിട്ട് നമുക്ക് മ്യൂസിക് മാറ്റാം, കോൾ ആൻസർ ചെയ്യാം, വെതർ ചെക്ക് ചെയ്യാം. വോയിസ് കൺട്രോളും ഇതിനകത്തുണ്ട് കേട്ടോ. വെയിറ്റ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് 47.4 ഗ്രാം, അത്രേ വെയിറ്റ്, വളരെ വെയിറ്റ് കുറവാണ്. പിന്നീട് 1 ഇയർ വാറണ്ടിയാണ്. പിന്നെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റാപ്പിനും വരുന്നതിന് വ്യത്യാസമുണ്ട് കേട്ടോ. സിലിക്കൺ സ്റ്റാപ്പ് വരുമ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടുതലും, ലെതറിന് ഇച്ചിരി വെയിറ്റ് കുറവായിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ ബെസൽസ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്, അത് നമ്മൾ പറഞ്ഞു. നമുക്കിനകത്ത് വിഡ്ജസ്റ്റ് ഒക്കെ പേഴ്സണലൈസ് ചെയ്യാം, അത് കസ്റ്റമൈസ് ചെയ്യാം. പിന്നീട് വാമപ്പ് എക്സർസൈസിന്റെ ഒക്കെ ഒരു 3D ഇമിറ്റേഷൻ ഇത് കാണാൻ പറ്റുന്നുണ്ട്. നത്തിക്കിന്റെ അത്യാവശ്യം സർവീസ് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. നമുക്ക് വാട്സാപ്പ് മെസ്സേജ് വായിക്കാം, ടെക്സ്റ്റ് മെസ്സേജ് വായിക്കാം. മലയാളം ഫോൺ സപ്പോർട്ട് ആകുന്ന ചിലർ പറയുന്നുണ്ട്. ചാർജിംഗ് ടൈം 100 മിനിറ്റ് ആണ്. ടിപ്പിക്കൽ യൂസ് 11 ദിവസം, ഹെവി 30, പവർ സേവിംഗ് മോഡ് ഇട്ടിട്ട് 45.8 ദിവസം, കണ്ടിന്യൂസ് ബ്ലൂടൂത്ത് കോൾ ആണെങ്കിൽ 17.4 മണിക്കൂർ, പിന്നെ കണ്ടിന്യൂസ് GPS യൂസ് ആണെങ്കിൽ 25 മണിക്കൂറാണ് ഇതിന്റെ ലാസ്റ്റ് ചെയ്യുന്ന ഇത് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. ട്രെയിനിങ്, റിമൈൻഡർ, മ്യൂസിക് കൺട്രോൾ, വോയിസ് അസിസ്റ്റന്റ്. പിന്നെ ഇവരുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത 10,000 ബട്ടൺ പ്ലസ് ടെസ്റ്റ് ചെയ്തു. 100 തവണ 1 മീറ്റർ മേളിൽ നിന്ന് വീഴുന്ന ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയായിരുന്നു. -40 തൊട്ട് 75 ഡിഗ്രി വരെ 96 മണിക്കൂർ ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2500 സ്ക്രീൻ സ്ക്രാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സിൽവറുള്ള ബ്രഷ് വെച്ചിട്ട്. 48 മണിക്കൂർ സാൾട്ട് സ്പ്രേ കൊറോഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ചില നമ്മൾ ഇതിനകത്തുള്ള 4 ടൈപ്പാണ് അഡീഷണൽ കിട്ടുന്നത്. ഡാർക്ക് ഗ്രേ കർവ്ഡ് ബെസലും, ഡാർക്ക് ഗ്രേ ഫ്ലാറ്റ് ബെസലും ഉണ്ട്. ആഷ് ഗ്രേ കർവ്ഡ് ബെസലും, ആഷ് ഗ്രേ ഫ്ലാറ്റ് ബെസലും ഉണ്ട്. അതേപോലെ ഇതിനകത്ത് വാച്ച് ഫേസിനകത്ത് തന്നെ ഡൈനാമിക്കും ഇൻട്രാക്റ്റീവും ആൻഡ് സ്റ്റാറ്റിക് ആയിട്ടുള്ള വാച്ച് ഫേസുകളുണ്ട്. മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുകൂടെ പറയാം. ബ്ലൂടൂത്ത് കോൾ ഉണ്ട്, ക്ലൗഡ് വാച്ച് ഫേസ് ഉണ്ട്, ഫോട്ടോ ആൽബം വാച്ച് ഫേസ് ഉണ്ട്, വാച്ച് ഫേസ് സ്വിച്ച് ചെയ്യുന്നുണ്ട്, ടൈമർ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, അലാറം ഉണ്ട്, വെതർ ഉണ്ട്, ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ്, ഇത് നമുക്ക് ഡിസ്പ്ലേ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം, ക്യാമറ റിമോട്ടായിട്ട് ഉപയോഗിക്കാം, റിമൈൻഡർ ഉണ്ട്. ഇത് സെറ്റ് ചെയ്ത് നോക്കുമ്പോഴേ ഇതിനകത്തൊരു അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം അപ്ഡേറ്റ് അങ്ങ് ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ നോക്കാം. ഇത് ലൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടേണ്ടത്. രണ്ടിടത്തതുണ്ട്, അത് ലൂസ് ചെയ്തിട്ടാണ് എടുക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് സംഗതി. നമ്മുടെ കയ്യിൽ കെട്ടിയേക്കുമ്പോൾ റഫായിട്ടുള്ള ടെറൈനിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പറ്റിയതാണ്. ഒന്ന്, ഇത് ഡിസ്പ്ലേ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നമുക്ക് ആമസോണിലൊക്കെ തന്നെ ഇത് മേടിക്കാൻ കിട്ടും. ഇതിനകത്ത് ഒട്ടിക്കുന്ന ടെമ്പർ ഗ്ലാസ്, അതും കൂടെ വേണമെങ്കിൽ മേടിച്ച് ഒട്ടിക്കാം. പിന്നീട് അലുമിനിയം അലോയ് ആണ്. അപ്പം വീഴ്ചയിലൊന്നും പ്രശ്നമില്ല. അവർ വീഴ്ചയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് IP68 ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയും പേടിക്കേണ്ട, വെള്ളവും പൊടിയൊന്നും കയറത്തില്ല. അപ്പോൾ റെയിനി സീസൺ വരാൻ പോവുകയാണ്. അപ്പോൾ സിലിക്കോണിൻ്റെത് കിട്ടുമെങ്കിൽ അത് മേടിച്ച് ഉപയോഗിക്കുക. കമ്പനി കയറ്റാൻ കിട്ടുമെന്ന് ഞാൻ കണ്ടില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോക്കലിനകത്ത് തന്നെ വരുന്നുണ്ട്, അതെങ്കിലും മേടിച്ച് യൂസ് ചെയ്യുക. ഇതാണ് അതിൻ്റെ വാൾപേപ്പർ. അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും കാലറി യൂസ് ചെയ്യുന്നതനുസരിച്ച്. പിന്നീട് എന്ന് പറഞ്ഞാൽ വളരെ ഒതുങ്ങിയ ടൈപ്പാണ്. ഈ ക്രൗൺ ഉണ്ടല്ലോ, ഇത് മാത്രമാണ് ഇതിനകത്ത് സ്വിച്ച് ആയിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻ മുഴുവൻ നടത്തേണ്ടത്. പിന്നീട് അല്ലാതെ ടച്ചും ഉണ്ട്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള, വേറെ ബട്ടണുകളൊന്നുമില്ല ഫിസിക്കലായിട്ടുള്ള. അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ ആദ്യം എക്സസൈസിൻ്റെയാണ് വരുന്നത്. പിന്നീട് അതിനകത്ത് ഓരോരോ എക്സസൈസ് കൂടാതെ നമ്മുടെ ഹെയർ റേറ്റ്, അതിൻ്റെ മെയിനായിട്ടുള്ള മെനു എല്ലാം അതിനകത്ത് വരുന്നുണ്ട്.
എന്തൊക്കെയാണ് ഉള്ളത്, പ്രധാനപ്പെട്ട നമ്മുടെ എന്താ പറയുക യൂട്ടിലിറ്റീസ് മൊത്തം അതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. അലാറം, കാൽക്കുലേറ്റർ എല്ലാ സംഭവമുണ്ട്. ഇതോടെ സെറ്റിങ്സ് ലാസ്റ്റ് വരുന്നുണ്ട്. സെറ്റിങ്സ് അല്ലാതെ തന്നെ ഫ്രണ്ടിലും അല്ലാതെയും വരുന്നുണ്ട്. രണ്ടിടത്തായിട്ടാണ് സെറ്റിങ്സ് വരുന്നത്. കണ്ടില്ല, എക്സസൈസിൻ്റെ ആണ് ആദ്യം. അപ്പം പല ടൈപ്പ് എക്സസൈസിൻ്റെ ഉണ്ട്, കാണാം. പല 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 രീതിയിലുള്ള എക്സസൈസിൻ്റെയൊക്കെ ചെയ്യുന്നതിൻ്റെ നമുക്കിതിനകത്ത് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡേറ്റ ഒക്കെ. ഇത് നമ്മളെ ക്രൗൺ ഉപയോഗിച്ചും ചെയ്യാം, നമുക്കല്ലാതെ കൈ കൊണ്ട് ടച്ച് സ്ക്രീനായിട്ട് ചെയ്യാം. ബാക്കി കുറേ ഡീറ്റെയിൽസ് ഇതിനകത്തുള്ളതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ ആപ്പിൽ നിന്ന് എടുക്കേണ്ടി വരും. ഫോണിനകത്ത് നമ്മൾ ഇവരുടെ ആപ്പ് യൂസ് ചെയ്തിട്ട് വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ കണ്ടില്ല, നല്ല ടച്ചൊക്കെ നല്ല സ്മൂത്ത് ടച്ചാണ്. കണ്ടില്ല, ടച്ച് നല്ല ഇതുണ്ട്. നമുക്ക് വോയിസിന് പ്രത്യേകിച്ച് ലാഗൊന്നുമില്ല. വോയിസൊക്കെ വളരെ സ്മൂത്താണ്. ആൻഡ്രോയിഡ് വോയിസ് അല്ല എങ്കിലും വളരെ സ്മൂത്തായിട്ടുള്ളൊരു വോയിസാണ്. നമുക്കുള്ളതെന്ന് വെച്ചാൽ SpO2 അത് ഇതൊക്കെ നോക്കാനുള്ളത്. ഓരോന്നോരോന്നൊരു ഹാർട്ട് റേറ്റ് ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ ഉണ്ട്, അങ്ങനെ ഓരോ സ്ലീപ്പൊക്കെ കറക്റ്റായിട്ടോ. സ്ലീപ്പിൻ്റെയൊക്കെ പിന്നെ സ്ട്രെസ്സും കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിൻ്റെ എങ്ങനെയാണെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് നമുക്ക് മൾട്ടിപ്പൽ കളർ കൊടുക്കാം. പിന്നെ വാച്ച് ഫേസ് ഉണ്ട്. ഫേസിൻ്റെ ഓരോ ടൈപ്പ് ഇൻബിൽറ്റ് ആയിട്ടുള്ള വാച്ച് ഫേസുകളാണ് ഇതൊക്കെ. അത് ഈ പറയുന്ന പോലെ നമുക്കതിനകത്ത് ഡേറ്റ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് മാറി മാറി വരും. ലൈവ് വാൾപേപ്പറൊക്കെ കഴിഞ്ഞിട്ട് ഇത് വേറെ ടൈപ്പ് വാൾപേപ്പർ, അതായത് നമ്മൾ നടക്കുന്നതനുസരിച്ചും ഇതിനനുസരിച്ച് അത് മാറി വരും. പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് സെറ്റിങ്സാണ്. സെറ്റിങ്സിനകത്താണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഇടയ്ക്ക് ബാക്ക് അടിക്കുമ്പോൾ മൊത്തത്തിലങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ താഴെ നിൽക്കുമ്പോൾ വാട്സപ്പ് വരുന്നുണ്ട്. മലയാളം ഫോണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇംഗ്ലീഷ് ഫോണ്ട് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് ടെലഗ്രാം എല്ലാം വർക്കാവുന്നുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേയുടെ ഇതാണല്ലേ, ആൾവേസ് ഓൺ ഡിസ്പ്ലേ. അതിൻ്റെ പല പല മോഡുകളാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് അത് ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആൾവേസ് ഓൺ ഡിസ്പ്ലേ കുഴപ്പമില്ല, എങ്കിലും അത്ര ബ്രൈറ്റായിട്ട് തോന്നില്ല ഓട്ടോ ബ്രൈറ്റ്നസ് ഇടുമ്പോൾ. എന്നാൽ അത്യാവശ്യം ബാറ്ററി നല്ല രീതിയിൽ ട്രെയിൻ ആവുന്നുണ്ട്. ഇതും അതിനകത്ത് തൊട്ടൊരെണ്ണമാണ്. പല പല മോഡുകളുണ്ട് അതിൻ്റെ. ഇതൊക്കെയാണ് പലതരം ബാച്ച് ഫേസുകൾ. ചാർജ് ചെയ്യുമ്പോൾ സമയത്തും ഇതിനകത്തൊരെണ്ണം വരും കേട്ടോ. അത് ഇതുവരെ നമുക്ക് ബാറ്ററി ചാർജിന് സെപ്പറേറ്റ് കാണിക്കുന്നതല്ലാതെ ഒരെണ്ണം ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് സ്ഥിരമായിട്ട് ബാറ്ററി ചാർജ് ചെയ്യുമ്പം വേറെ ടൈപ്പ് വാൾപേപ്പർ പോലെ വരുന്നുണ്ട്. സെറ്റിങ്സിനകത്തുള്ളതെന്ന് വെച്ചാൽ ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, സൗണ്ട് ഉണ്ട്, അങ്ങനെ ഓരോന്നൊക്കെ. ഫീഡ്ബാക്ക് ഉണ്ട്, അങ്ങനെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, അതൊക്കെ എല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് അതിനകത്തുള്ളത്. പിന്നെ റീസ്റ്റാർട്ട്, പവർ ഓൺ, പെയർ ന്യൂ ഡിവൈസ്, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷനുകൾ അതിനകത്തുണ്ട്. നമ്മുടെ സ്മാർട്ട് വാച്ചിനകത്തുള്ള പോലെ തന്നെ വിവിധപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്തുണ്ട്. പിന്നീട് മേളിൽ നമ്മൾ താഴോട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അടുത്ത മെനു വരും നമ്മുടെ ഫോണിനെ പോലെ തന്നെ. അത് മറ്റേ ഡു നോട്ട് ഡിസ്റ്റർബ് ഇതുണ്ട്. കൈ റൈസ് ചെയ്യുമ്പോഴത്തേക്ക് വാച്ച് ഓൺ ആകുന്നതുണ്ട്. പിന്നെ പവർ സേവിങ് ഉണ്ട്, പിന്നെ ടോർച്ചിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് ഇട്ട് കഴിഞ്ഞാൽ വരും. പിന്നീട് പവർ സേവിങ് മോഡ്, പിന്നീട് ലൈറ്റിൻ്റെ വരുന്നുണ്ട്. അതായത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് പലതരത്തിൽ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇത്രയും വരെ ഉണ്ട് ബ്രൈറ്റ്നസ്. കണ്ണ് നല്ലൊരു ഇതാകുന്നുണ്ട് നമുക്ക്. ആട്ടോ ഇട്ട് നല്ലൊരിതും കുഴപ്പമില്ല. അടക്കത്തിൽ ടോർച്ചിന് അത്യാവശ്യം വെട്ടമുണ്ട്. പലതരം കളർ നമുക്ക് ടോർച്ചിൽ ആഡ് ചെയ്യാം. വെള്ള വേണോ വേറെ ഏതെങ്കിലും കളർ വേണമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത അതിനകത്തും ഈ കാണിക്കുന്ന നേരത്തെ നമ്മൾ കണ്ട സെറ്റിങ്സ് ഇതിനകത്തും ഉണ്ട്. പിന്നെ സൈഡിലോട്ട് വന്നാൽ കീപാഡ്, ഫോൺ ബുക്കിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എൻട്രി ചെയ്ത് ആഡ് ചെയ്തിടണം കേട്ടോ. ഓരോന്ന് മുമ്പ് ആഡ് ചെയ്തിടണം, എന്നാലേ നമുക്കത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് മ്യൂസിക്കിൻ്റെ ഉണ്ട്. പിന്നീട് നമുക്ക് ഇതാണ് ഇത് നമ്മളിതുവരെ കാണാത്തൊരു പുതിയൊരു പരിപാടിയാണ്. എന്നാലും 3D ഇതാണ് നമ്മൾ വാമപ്പ് ചെയ്യാനായിട്ട്. സ്മാർട്ട് വാച്ചിൻ്റെ ഒരു സ്മാർട്ട് ക്യാരക്ടർ കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ, അവരുടെ ഒരു മൂവ്മെൻറ്റും നമ്മളെ വീഡിയോ കാണുന്ന പോലെ നമ്മൾ ഓരോ വാമപ്പിനായിട്ട് 12 എക്സസൈസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാണിക്കുന്നത്. അത് ഓരോന്നുണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത് എങ്ങനെ അത് ഇത്ര ആട്ടം ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൗണ്ട് പരിപാടി രാവിലത്തെ തീരും. വാമപ്പ് എക്സർസൈസുകളാണ് കാണിക്കുന്നത്. നമുക്ക് നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ്, നല്ല ഉപയോഗപ്രദമാണ്. നമുക്ക് ഇച്ചിരി താല്പര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഇത്രതെല്ലാം ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കും. നമ്മളത് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇതിനെക്കുറിച്ച് തീരെ അറിവില്ലാത്ത ഒരാൾക്കും ഇത് കണ്ടിട്ട് വാമപ്പ് എക്സർസൈസൊക്കെ ചെയ്ത് ഒരു ഫിറ്റ്നസ് പരിപാടി ആരംഭിക്കാവുന്നതാണ്. പിന്നെ അത് സ്റ്റാറ്റസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് അതിനും. പിന്നെ മ്യൂസിക്കിൻ്റെ ഉണ്ട്, എത്ര ദൂരം നടന്നു, GPS എല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റായിട്ട് അതിൻ്റെ GPS ഉണ്ട്.
5 GPS കണക്ട് ചെയ്ത് ഡാറ്റ കൃത്യമായിട്ട് എടുത്ത് തരും. പിന്നെ നമ്മുടെ ഹൃദയമെടുപ്പ് അതൊക്കെ 24/7 അവർ മോണിറ്റർ ചെയ്തോളും. പിന്നീട് വെതർ, പിന്നെ ഓരോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇത്രയൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. വെതറും ഡിസ്പ്ലേ ആവുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് വാട്സാപ്പിൻ്റെ മെസ്സേജ് അല്ല. ഇതിൻ്റെ ഒരു ഗുണം ഞാൻ പറയാം, വാട്സാപ്പ്, നമ്മുടെ ഫോണിലെ മെസ്സേജ്, ഈവൻ ടെലഗ്രാം മെസ്സേജ് വരെ കൃത്യമായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, ഈ മലയാളം ഫോൺ സപ്പോർട്ട് ആകത്തില്ല. അതിങ്ങനെ കോളം പോലെ ഇരിക്കും. ബാക്കിയൊന്നും പ്രശ്നമില്ല, ഫോട്ടോയൊന്നും ഒന്നും ഡിസ്പ്ലേ ആകത്തില്ല. സ്മൂത്താണ്, വർക്കിങ്ങും കുഴപ്പമൊന്നുമില്ല. ആ വോയിസിന് ലാഗൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ട്യൂൺ ചെയ്തെടുത്തേക്കുന്ന ഒരു വോയിസാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴും ഇതേപോലെ നല്ല പ്രോഡക്റ്റ് എടുത്താൽ ഈ OS ഒക്കെ തന്നെ പലതും വളരെ ബോറിംഗ് ആണ്, വളരെ ലാഗിയാണ്, വളരെ സ്ലോ ആണ്. ഇതൊക്കെ പക്ഷേ വളരെ പെർഫെക്റ്റ് ആണ്. ഇവരുടെ എടുക്കുന്ന സമയത്ത് ആ സ്ട്രാപ്പ് ഇവരും റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പക്ഷേ മഴ സമയത്ത് കുറേ നേരം കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ കയ്യിൽ എനിക്കൊരു ഇറിറ്റേഷൻ പോലെ തോന്നി, ചെറിയ ചൊറിച്ചിൽ പോലെ. പക്ഷേ ഇവരുടെ ഇത് നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ്. അത്ര പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ടൈപ്പല്ല. വെള്ളം പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ, അകത്തോട്ട് അത് കയറും. അത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നിയിട്ടുണ്ട്. എന്താണോ എന്തോ. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ സിലിക്കോൺ സ്ട്രാപ്പ് ഉപയോഗിക്കുക. കൂടുതൽ നേരം ഇടുമ്പോൾ ലെതറിന് പൊതുവെ വെള്ളം പിടിച്ചെടുത്ത് ഇതാകാനുള്ള ടെൻഡൻസി ഉള്ള കൂട്ടത്തിലായതുകൊണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം അതോടെ നോക്കുക.